നെക്സ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ഷാഡോ ലൈൻസ് റിട്ടൺ ബൈ അമിതാവ് ഘോഷ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അമിതാവ് ഘോഷ് ആരാണെന്ന് അറിയണം. അമിതാവ് ഘോഷ് ഒരു ഗ്രേറ്റ് ഇന്ത്യൻ റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് നമുക്ക് പഠിക്കാനുള്ള ഷാഡോ ലൈൻസ്. അപ്പോൾ ഹിസ്റ്ററി, മെമ്മറി, അതുപോലെ തന്നെ ഈ ഗ്ലോബൽ ഇൻ്റർ കണക്റ്റഡ്നെസ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത് തീമായിട്ട് വരുന്നത്. അതായത് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സും പേഴ്സണൽ ആയിട്ടുള്ള നറേറ്റീവ്സും തമ്മിൽ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സൊക്കെ അദ്ദേഹം ഇറക്കുന്നത്. കൊളോണിയലിസം, മൈഗ്രേഷൻ, ഐഡൻറ്റിറ്റി, ഇതൊക്കെയാണ് തീംസായിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് എന്ന് പറയുന്നത് ദ ഗ്ലാസ് പാലസ് ഉണ്ട്, ദ ഹംഗ്രി ടൈഡ് ഉണ്ട്, പിന്നെ ജ്ഞാനപീഠ അവാർഡ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ മാൻ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. മാൻ ബുക്കർ പ്രൈസിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള CF പോപ്പീസ് ഒക്കെ. പിന്നെ അഗെയിൻ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക് പഠിക്കാനുള്ള ദ ഷാഡോ ലൈൻസിന്. സോ നമുക്ക് അതിൻ്റെ സമ്മറി പോലെ ഒന്ന് നോക്കാം. ഫസ്റ്റ് പാർട്ടിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നറേറ്ററിൻ്റെ ചൈൽഡ്ഹുഡാണ്. നറേറ്റർ ഒരു അൺനെയിംഡ് നറേറ്ററാണ് ഇതിനകത്തുള്ളത്. അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് കൽക്കട്ടയിലാണ്. ആ ചൈൽഡ്ഹുഡിനെ കുറിച്ച് റീകോൾ ചെയ്യുന്നതാണ് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിനകത്ത് പറയുന്നത്. ആൻഡ് അദ്ദേഹത്തിന് ഈ നറേറ്ററിൻ്റെ അങ്കിളിനെ ഇദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ട്രിഡീബ് എന്നാണ് ഈ അങ്കിളിൻ്റെ പേര്. അപ്പോൾ ഈ ട്രിഡീബ് എന്നുള്ള അങ്കിള് ഈ നറേറ്ററിന് ഡിസ്റ്റൻറ്റ് ലാൻഡ്സിനെ കുറിച്ച്, എസ്പെഷ്യലി ലണ്ടനിലുള്ള സ്റ്റോറീസൊക്കെ ഒരുപാട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ അങ്കിളിൻ്റെ നറേറ്റീവ്സ് ഈ നറേറ്ററിൻ്റെ ഇമാജിനേഷനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മായാദേബിയുടെ ഫാമിലിയും നറേറ്ററിൻ്റെ ഫാസിനേഷനുമാണ്. മായാദേബി എന്ന് പറയുന്നത് ട്രിഡിബിൻ്റെ അമ്മയാണ്, അതായത് ഈ അങ്കിളിൻ്റെ അമ്മയാണ്. സോ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് വുമണായിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. നറേറ്ററിൻ്റെ ഗ്രാൻഡ് മദർ, അവർ വളരെ സ്ട്രിക്റ്റ് ആൻഡ് നാഷണലിസ്റ്റ് വുമണാണ്, അതായത് ഈ മായാദേബി എന്ന് പറയുന്നത്. നറേറ്ററിൻ്റെ കസിനായിട്ടുള്ള ഇളയുമായിട്ട്, അതായത് ഇളയുമായിട്ട് ഫാസിനേറ്റഡ് ആവുന്നുണ്ട്. സോ ആ ജീവിച്ചത് എബ്രോഡിലാണ്. ഒരു ഫ്രീഡം ലൈഫാണ് അവർക്കുള്ളത്. ആൻഡ് ഈ ഗ്രാൻഡ് മദറിൻ്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് പിന്നീട് റീകോൾ ചെയ്യുന്നുണ്ട്. അതായത് അവർ ഗ്രാൻഡ് മദർ റീകോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ സമയത്തായിരുന്നു, അവരുടെ ചൈൽഡ്ഹുഡ് ടൈമിലായിരുന്നു പാർട്ടീഷൻ നടന്നത്. സോ അവരുടെ ചൈൽഡ്ഹുഡ് മോസ്റ്റ്ലി ധാക്കയിലായിരുന്നു, ബംഗ്ലാദേശ് ധാക്കയിലായിരുന്നു. ആൻഡ് പിന്നെന്താണ്, ഈ ധാക്കയിലുള്ള പ്രോപ്പർട്ടി റീക്ലെയിം ചെയ്യാൻ ഇവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ആ പാർട്ടീഷൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നീട് ഇന്ത്യയും ലണ്ടനും തമ്മിൽ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1960s ഇന്ത്യ ആൻഡ് ലണ്ടനാണ് കാണിക്കുന്നത്. ട്രിഡീബിന് മായ പ്രൈസിനെ ഇഷ്ടമാണ്, ഒരു ഇംഗ്ലീഷ് വുമണാണ്. നറേറ്റർ ഇപ്പോൾ എന്നിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ലവ് അഫെയർ എന്ന് പറയുന്നത് ക്രോസ് കൾച്ചറൽ ടെൻഷൻ ഉണ്ടാക്കുന്നു അവരുടെ ഫാമിലീസിൽ. പിന്നെ നറേറ്റർ എന്ന് പറയുന്നത് മായ പ്രൈസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതാണ് അടുത്ത പാർട്ടിനകത്ത് കാണിക്കുന്നത്. പിന്നെ ഇയാളുടെ ഗ്രാൻഡ് മദർ ധാക്കയിലോട്ട് ട്രാവൽ ചെയ്യുന്നു അവരുടെ സിക്ക് അങ്കിളിനെ കാണാൻ വേണ്ടി, SICK വയ്യാതെ കിടക്കുന്ന അങ്കിളിനെ കാണാൻ വേണ്ടി. ആൻഡ് ട്രിഡീബും മേ പ്രൈസ് എന്നാണ്. മേ പ്രൈസും ട്രിഡീബും കൂടി നറേറ്ററിൻ്റെ ഫാമിലി ട്രിപ്പിന് ജോയിൻ ചെയ്യുന്നു. കമ്മ്യൂണൽ വയലൻസ് ധാക്കയിൽ ഇറപ്റ്റ് ആവുകയാണ്. ട്രിഡീബിനെ ആരോ കൊല്ലുവാണ് റൈറ്റിൽ വെച്ച്. പിന്നെ ഈ ഇവൻറ്റ് ശരിക്കും പറഞ്ഞാൽ നറേറ്ററിനെയും മേ പ്രൈസിനെയും ഇതുപോലെ തന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അവരുടെ ഹിസ്റ്ററി, അതായത് അവരെല്ലാവരും ഇങ്ങനെ എന്താണ് പറയുന്നത്, ഹിസ്റ്ററിയെക്കുറിച്ച് പതുക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങുവാണ്. ആൻഡ് ഓൾസോ നമ്മുടെ ഗ്രാൻഡ് മദർ ഉണ്ടല്ലോ, നറേറ്ററിൻ്റെ ഗ്രാൻഡ് മദർ റിയലൈസ് ചെയ്യുന്നു ബോർഡേഴ്സ് എന്ന് പറയുന്ന എല്ലാം ആർട്ടിഫിഷ്യൽ ആണെന്നും അത് സേഫ്റ്റി ഒന്നും എൻഷുർ ചെയ്യുന്നില്ല എന്നുള്ളതും. അവരുടെ നാഷണലിസ്റ്റ് ബിലീഫ്സൊക്കെ ആ സമയത്തോടുകൂടി ഷാറ്റേഡ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം പാർട്ടീഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണൽ റൈറ്റിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഇവർ നേരിട്ട് വിറ്റ്നസ് ചെയ്തപ്പോൾ. പിന്നെ നറേറ്ററിൻ്റെ റിഫ്ലക്ഷനാണ് അവസാനം കാണിക്കുന്നത്. നോവൽ എൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നറേറ്റർ ഹിസ്റ്ററി, മെമ്മറിയിൽ നഷ്ടങ്ങൾ, അതായത് ലോസും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് പറയുവാണ്. ആൻഡ് ഓൾസോ അങ്കിളിൻ്റെ വേർഷൻ ഓഫ് വേൾഡ് എന്ന് പറയുന്നത് എന്താണ്, ബോർഡേഴ്സ് എന്ന് പറയുന്ന ഇല്യൂഷൻസ് ആണെന്നും അതെല്ലാം ഹ്യൂമൻ പെർസെപ്ഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഇല്യൂഷനാണ് ഈ രാജ്യത്തിൻ്റെ അതിർവരമ്പുകൾ അല്ലെങ്കിൽ ബോർഡറുകൾ എന്നാണ് അങ്കിൾ വിശ്വസിച്ചിരുന്നത്. സോ അതെന്താണെന്നുള്ളത് ഇപ്പോഴാണ് ട്രിഡീബിന് മനസ്സിലായത്. അതായത് ഈ ഗ്രാൻഡ് മദറിനും ഈ ട്രിഡീബും ഒക്കെ പിന്നെ നറേറ്ററും ഒക്കെ വിചാരിച്ചിരിക്കുന്നത് ഒരു രാജ്യത്തിന് ബോർഡർ ഉണ്ടാകുമെന്ന് വെച്ചാൽ ആ രാജ്യത്തിന് അതൊരു സേഫ്റ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ബോർഡർ ഉണ്ടായിട്ട് പോലും അവിടെ റയറ്റൊക്കെ നടന്ന് ഈ അങ്കിളൊക്കെ മരിച്ചപ്പോൾ അതൊക്കെ വിറ്റ്നസ് ചെയ്ത ക്യാരക്ടേഴ്സിന് മനസ്സിലായി ബോർഡർ എന്ന് പറയുന്ന വെറും പോയിന്റ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതൊരിക്കലും സേഫ്റ്റി എൻഷുർ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ നോവൽ ഒരു നോൺ ലീനിയർ നറേറ്റീവാണ്. അതായത് പാസ്റ്റും പ്രസൻറ്റും കൂടി ബ്ലെൻഡ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോയേക്കുവാണ്, അല്ലാതെ ഒരു ലോജിക്കൽ ഓർഡറിലല്ല പറഞ്ഞു പോയേക്കുന്നത്. ഇമാജിനേഷനും ഓപ്പൺ മൈൻഡഡ്നെസ്സുമാണ് ഈ ട്രിഡീബ് എന്നുള്ള അങ്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് നാഷണലിസത്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഷാഡോ ലൈൻസ് എന്നുള്ളത് സിംബലൈസ് ചെയ്യുന്നത് തന്നെ നാഷണൽ ബോർഡേഴ്സിൻ്റെ ആ ഒരു ഇൻവിസിബിലിറ്റി അല്ലെങ്കിൽ ആർബിട്രറിനെസ്സിനെയാണ് കാണിക്കുന്നത്, ആ ഒരു പെർമനൻ്റ് ഇല്ലായ്മ. പിന്നെ ഹിസ്റ്ററിയെയും ഐഡൻറ്റിറ്റിയും ബിലോങ്ങിങ്ങിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
ക്യാരക്ടർ സ്കെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രിഡീബ് എന്ന് പറയുന്ന അങ്കിൾ എന്ന് പറയുന്ന ഇൻ്റലക്ച്വൽ ആണ്, ഇമാജിനേറ്റീവ് ആണ്, റൊമാൻറ്റിക് ആണ്. ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് വളരെ റിജിഡ് നാഷണലിസ്റ്റിക് ആണ്. ആൻഡ് പിന്നെ നറേറ്റർ എന്ന് പറയുന്നത് ക്യൂരിയസ് ആണ്. ട്രിഡീബിൻ്റെ സ്റ്റോറീസാണ് ഇയാളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത്. ഇള എന്ന് പറയുന്ന മോഡേൺ ഇൻഡിപെൻഡൻറ്റ് വുമൺ ആണ്. ആൻഡ് വെസ്റ്റേൺ ഐഡിയാസ് ഓഫ് ഫ്രീഡത്തിനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മേ പ്രൈസ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടീഷ് പെർസ്പെക്റ്റീവിനെ റെപ്രസെൻറ്റ് ചെയ്തൊരു ക്യാരക്ടറാണ് മേ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി റോൾ ഓഫ് മെമ്മറി ആൻഡ് ഇമാജിനേഷൻ ഇൻ ഷാഡോ ലൈൻസ്. ഷാഡോ ലൈൻസ് എന്നുള്ള നോവലിനകത്ത് പേഴ്സണൽ മെമ്മറീസാണ് പറഞ്ഞു പോയേക്കുന്നത്. അൺനെയിംഡ് നറേറ്റർ അയാളുടെ പാസ്റ്റിനെ പതുക്കെ റീകളക്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ മെമ്മറി ഇമാജിനേഷനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിയാലിറ്റി ഏതാണ് ഫിക്ഷൻ ഏതാണെന്ന് നമുക്ക് അവിടെ കറക്റ്റ് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അയാളുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയുന്നു, പാസ്റ്റും പ്രസൻറ്റും മിക്സ് ചെയ്ത് പറയുന്നു. ഇനി അടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് ട്രിഡീബ് എന്ന് പറയുന്നതാണ് നറേറ്ററിനെ ലണ്ടൻ ആൻഡ് ഡാക്ക എന്നുള്ള സ്ഥലങ്ങൾ ഫിസിക്കലി വിസിറ്റ് ചെയ്യാതെ ആ സ്ഥലങ്ങളെക്കുറിച്ച് ഇമാജിൻ ചെയ്യാൻ പഠിപ്പിച്ചത്. സോ അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസ് കേട്ടാണ് ഈ നമ്മുടെ നറേറ്ററിന് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ഈ 2 സ്ഥലങ്ങളിലോട്ട് ഉണ്ടാവുന്നത്, അവിടെ വിസിറ്റ് ചെയ്യാതെ തന്നെ. പിന്നെ നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ നൊസ്റ്റാൾജി, അതായത് അവരുടെ പാർട്ടീഷന് മുന്നേ ഉള്ള ധാക്കയാണ് ഇവർ ചൈൽഡ്ഹുഡ് സമയത്ത് ഇത് റീകളക്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആൻഡ് ഷീ ഇനിഷ്യലി ബിലീവ്സ് അറ്റ് എന്താണ് ക്ലിയർ ആയിട്ടുള്ള നാഷണൽ ബോർഡേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ സേഫ് ആണെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അത് വെറും ഇല്യൂഷനാണെന്ന് ഇവരുടെ ട്രിഡീബ് മരിച്ചപ്പോഴേ ഇവർക്ക് മനസ്സിലായി. ഇനി നോവൽ എന്താണ് കളക്റ്റീവ് മെമ്മറി അല്ലെങ്കിൽ പേഴ്സണൽ മെമ്മറിയാണ് കാണിക്കുന്നത്. ധാക്കയിലുള്ള റയറ്റും ട്രിഡീബിൻ്റെ ഡെത്ത് എന്ന് പറയുന്ന എല്ലാം വേരിയസ് ക്യാരക്ടേഴ്സ് ഓർത്തെടുത്ത് പറയുന്നതാണ്. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ മെമ്മറി എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് അല്ലെങ്കിൽ പേഴ്സണലാണ്. ഇനി റോൾ ഓഫ് ഇമാജിനേഷൻ. ഈ ഷാഡോ ലൈൻസ് എന്നുള്ള ടൈറ്റിൽ തന്നെ പൊളിറ്റിക്കൽ ഡിവിഷൻസ് എല്ലാം ഇമാജിൻഡ് ആണെന്നും ബോർഡേഴ്സ് എല്ലാം വെറും ഇമാജിൻഡ് ആണെന്നാണ് കാണിക്കുന്നത്. നറേറ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഡീബിൻ്റെ ഡെത്തിനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് അക്കൗണ്ടിൽ നിന്നാണ് നറേറ്ററിന് മനസ്സിലാവുന്നത്, അല്ലാതെ ഫസ്റ്റ് ഹാൻഡ് അക്കൗണ്ട് ഇല്ല. നറേറ്റർ അത് വിറ്റ്നസ് ഒന്നും ചെയ്യുന്നില്ല. മെമ്മറിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്യാരക്ടേഴ്സിനെ എല്ലാം ഓരോ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ഇമോഷണൽ ആയിട്ടുള്ള ബോണ്ടിങ്ങിനെ സഹായിക്കുന്നത്. ഇനി ഹൗ ഡസ് അമിത ഘോഷ് ഡെപ്പിക്ട് ദ വയലൻസ് ഓഫ് പാർട്ടീഷൻ ഇൻ ദ നോവൽ. ഈ ഷാഡോ ലൈൻസിനകത്ത് പാർട്ടീഷൻ്റെ ഇമ്പാക്റ്റാണ് പറഞ്ഞു പോയേക്കുന്നത്. ഈ പാർട്ടീഷൻ ഉണ്ടാകുന്ന വയലൻസ് എന്ന് പറയുന്നത് വളരെ അൺപ്രഡിക്റ്റബിൾ ആണെന്നും ഡീപ്ലി ട്രൊമാറ്റിക് ആണെന്നുമാണ് പറയുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ട്രിഡീബിന് ഈ കമ്മ്യൂണൽ റൈറ്റിലുള്ള ധാക്കയിലുള്ള ഒരു കമ്മ്യൂണൽ റൈറ്റിലാണ് ട്രിഡീബ് എന്നുള്ള ഈ അങ്കിൾ കൊല്ലപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഡെത്ത് തന്നെ സിംബലൈസ് ചെയ്യുന്ന എന്താണ് പൊളിറ്റിക്കൽ ബോർഡേഴ്സ് കൊണ്ടുണ്ടാകുന്ന ഡിസ്ട്രക്ഷനെയാണ് കാണിക്കുന്നത്. മേ പ്രൈസ് ഒരു ഔട്ട്സൈഡറാണ്. ഈ ഒരു വയലൻസ് കണ്ട് അവർ വളരെയധികം നെഗറ്റീവ്ലി അവർക്ക് അത് ഇമ്പാക്റ്റ് ആവുന്നുണ്ട്. ആൻഡ് ആ നാഷണാലിറ്റി എന്നുള്ള കോൺസെപ്റ്റിനോട് തന്നെ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നീട് ഇവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഗ്രാൻഡ് മദർ ബിലീവ് ചെയ്യുന്ന എന്താണ് സ്ട്രോങ് നാഷണൽ ബോർഡേഴ്സിനാണ്. ബിക്കോസ് അവർ വിചാരിക്കുന്ന നാഷണൽ ബോർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ വയലൻസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ഓപ്പോസിറ്റ് അല്ലെങ്കിൽ റോങ് ആണെന്ന് അവർക്ക് ലാസ്റ്റ് മനസ്സിലാവുന്നു. അവർ ജനിച്ച ധാക്ക എന്നുള്ള സ്ഥലം ഒരു ബാറ്റിൽ ഗ്രൗണ്ടായിട്ട് മാറുന്ന ഇവർ വിറ്റ്നസ് ചെയ്യുവാണ്. അപ്പോൾ അവരുടെ ബിലീഫ്സിലുണ്ടായ വിശ്വാസങ്ങളുണ്ടായ ഒരു ചലഞ്ചാണ് ഇതിനെ കാണിക്കുന്നത്. നോവൽ പിന്നെ കൊൽക്കട്ടയിലുള്ള റൈറ്റ്സിനെ ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണൽ വയലൻസ് എന്ന് പറയുന്ന ഒരു റീജിയണിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് കാണിക്കുവാണ്. പിന്നെ ആൻഡ് ഹി ഓൾസോ നറേറ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കൊൽക്കട്ടയിൽ വെച്ച് റയറ്റ് ഉണ്ടായപ്പോൾ ഇയാളെ വീടിനകത്ത് ഇയാൾ ഒളിച്ച് പൂട്ടിയിരുന്നതൊക്കെ ഇയാൾ ഓർക്കുവാണ്. അപ്പോൾ ഈ ഓർഡിനറി പീപ്പിൾ വയലൻസിലകത്ത് അകപ്പെട്ടുപോയി അവർ മരണപ്പെടുകയേ ഉള്ളൂ. പിന്നെ ഘോഷ് അമിത ഘോഷ് ആർഗ്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാർട്ടീഷൻ എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഡിവിഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്തത്. അത് പക്ഷേ റിയൽ വയലൻസിന് വഴിയൊരുക്കി എന്നാണ് പറയുന്നത്. പിന്നെ നറേറ്റർ അവസാനം ബിലീവ് ചെയ്യുന്നത് എന്താണ് ബോർഡർ എന്ന് പറയുന്നത് ആളുകളുടെ മൈൻഡിലുള്ളതാണ്. അതായത് ആളുകളുടെ മൈൻഡിലുമുണ്ട്, അത് മാപ്പിൽ മാത്രമല്ല ഉള്ളത്. ഓക്കെ. പിന്നെ വയലൻസ് എന്ന് പറയുന്നത് ബോർഡറുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തതെന്ന് വെച്ചാൽ ട്രിഡീബും മേ പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ട്രിഡീബ് ആൻഡ് മേ പ്രൈസ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് കൾച്ചറൽ ഡിഫറൻസിനെ അല്ലെങ്കിൽ ഹ്യൂമൻ കണക്ഷനെയാണ് കാണിക്കുന്നത്. അതായത് ലവിന് ബോർഡറുകളൊന്നും ലവ് ഇസ് ബിയോണ്ട് എനി ബോർഡർ എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ ഇത് അൾട്ടിമേറ്റ്ലി ട്രാജിക് ആയിട്ടുള്ള ലവ് സ്റ്റോറി ആയിട്ട് മാറുവാണ്. ട്രിഡീബിന് എന്ന് പറയുന്ന ഈവൻ ബിഫോർ മീറ്റിംഗ് ഇഷ്ടമാണ്. കാരണം ഇമാജിനേഷനിലൂടെ അവർ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരാളാണ്. വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഈ ട്രിഡീബ്. അപ്പം ലവിനെക്കുറിച്ച് ഇദ്ദേഹത്തിന് ഭയങ്കര വലിയ ഐഡിയൽസ് ഒക്കെയാണുള്ളത്. ആൻഡ് ഇമോഷണൽ ആൻഡ് ഇൻ്റലക്ച്വൽ കണക്ഷൻ മാത്രമാണ് ഇദ്ദേഹം വാല്യൂ ചെയ്യുന്നത് ഇപ്പോൾ. അല്ലാതെ പൊസസീവ്നെസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. മേ എന്ന് പറഞ്ഞാൽ വളരെ പ്രാക്ടിക്കലാണ്. ട്രിഡീബിൻ്റെ കണക്ക് ഐഡിയൽ വേ ഓഫ് ലൈഫ് ഒന്നും അവർക്കില്ല. ട്രിഡീബിൻ്റെ ഡെത്തിന് ശേഷം അവൾ വളരെ റെസ്പോൺസിബിളായിട്ട് മാറുന്നുണ്ട്. പിന്നെ ട്രിഡീബ് എന്ന് പറയുന്ന വേൾഡിനെ ഇമാജിനേഷനോടെ കാണുന്നു. മേ എന്ന് പറയുന്ന ഡയറക്റ്റ് എക്സ്പീരിയൻസിലൂടെയാണ് വേൾഡിനെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നത്. ആൻഡ് പിന്നെ ട്രിഡീബിൻ്റെ ഡെത്ത് എന്ന് പറയുന്നത് ഫുള്ളി ഡെവലപ്ഡ് ആവാൻ സമ്മതിക്കുന്നില്ല അവരുടെ റിലേഷൻഷിപ്പിനെ. മേ നല്ല രീതിയിൽ ഗിൽറ്റി ആയിട്ട്
മാറുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാഷണലിസം ആൻഡ് ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ഈ നോവൽ എന്താണ് പഠിപ്പിക്കുന്നത്. റിജിഡ് ആയിട്ടുള്ള നാഷണലിസവും അതുപോലെ തന്നെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ളൊരു ഐഡൻറ്റിറ്റി എന്നുള്ളതിൻ്റെ മീനിങ്ങിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതുമാണ് ഈ ഒരു നോവൽ എന്ന് പറയുന്നത്. ഗ്രാൻഡ് മദറും അതുപോലെ തന്നെ ട്രീവ് എന്നുള്ള ക്യാരക്ടറും ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ് ഓഫ് നേഷൻഹുഡിനെയാണ് കാണിക്കുന്നത്. ഗ്രാൻഡ് മദർ വളരെ റിജിഡായിട്ടുള്ള നാഷണലിസത്തിൽ ബിലീവ് ചെയ്യുന്ന ആളാണ് അവർ. അതുപോലെ ബോർഡറിലൊക്കെ ബിലീവ് ചെയ്യുന്ന ആളാണ്. അത് യൂണിറ്റി കൊണ്ടുവരും എന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീയാണ് ഈ ഗ്രാൻഡ് മദർ. ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് മൂവ്മെൻ്റൊക്കെ സപ്പോർട്ട് ചെയ്തൊരു സ്ത്രീയാണ്. പക്ഷേ ധാക്കയുടെ റൈറ്റിന് ശേഷമാണ് അവർ വയലൻസ് ബോർഡർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുള്ളത് മനസ്സിലാക്കുന്നത്. ട്രിഡീവ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഡിവിഷൻസ് ഇല്ലാതെയാണ് വേൾഡിനെ നോക്കി കാണുന്നത്. അതുപോലെ തന്നെ നാഷണാലിറ്റി എന്നുള്ള കോൺസെപ്റ്റിലൊന്നും ട്രിഡീവ് വിശ്വസിക്കുന്നില്ല. ട്രിഡീവ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വൺ ഷുഡ് നോട്ട് ബി കൺഫൈൻഡ് അല്ലെങ്കിൽ ചെയിൻ ടു ദ ഐഡിയ ഓഫ് നാഷണാലിറ്റി. അങ്ങനെ ഇത് എൻ്റെ രാജ്യമാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്നേഹിക്കണം അങ്ങനെയൊന്നും ട്രിഡീവിനില്ല. ബോർഡേഴ്സ് ഇല്ലാത്തൊരു ഇതാണ് ഒരു കൈൻഡ് ഓഫ് ലൈഫ്, ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു വേൾഡ് വ്യൂ ആണ് ആർക്കുള്ളത്, ട്രിഡീവിനുള്ളത്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണലിസം എങ്ങനെയാണ് വയലൻസിലോട്ട് കൊണ്ടുപോകുന്നതെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ നാഷണൽ ഐഡൻറ്റിറ്റി, ഒരാളുടെ നാഷണൽ ഐഡൻറ്റിറ്റി ഫോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഹിസ്റ്റോറിക്കൽ ഫോഴ്സസ് ആണ് കൊണ്ടുവരുന്നത്, അല്ലാതെ ഇൻഡിവിജ്വൽസ് അല്ല എന്നുള്ളതും ഇവിടെ പറയുന്നു. പിന്നെ ഗ്രാൻഡ് മദറിൻ്റെയും ട്രിഡീവിൻ്റെയും വേൾഡ് വ്യൂസ് ഓൺ ബോർഡേഴ്സ് അത് ചോദിക്കാം. അതായത് രണ്ടുപേരുടെയും ബോർഡറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്തുനിന്നും ഉള്ളത്.